ഈ മകൻ മരിച്ചതിൽ ഇവരുടെ കൊലപാതകവുമായിട്ട് മകന്റെ മരണവുമായി ബന്ധമുണ്ടോ? ഈ കൊലപാതകത്തിന് മകൻ അന്ന് ട്രെയിൻ തട്ടി മരിച്ച സമയത്ത് തന്നെ ശരീരത്തിലുണ്ടായ പരുക്കുകൾ അതൊരു ദുരൂഹ മരണം എന്നുള്ള രീതിയിലാണ്. അതിന്റെ അന്വേഷണം 2 മാസത്തിന് മുൻപാണ് CBIക്ക് കൈമാറുന്നതും. അപ്പോൾ ഈ 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിന് മകന്റെ മരണവുമായി ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ അമിത്, ഈ അസം സ്വദേശിയായ അമിത്, ഏകദേശം ഒരു 3 വർഷം മാത്രമേ ആയിട്ടുള്ളൂ അവിടെ എത്തിയിട്ട്. ഇവരുടെ ഓഡിറ്റോറിയത്തിലും വീട്ടിലുമായിട്ട് പണികൾ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇവരുടെ മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യം ചെയ്യലുകളും പ്രശ്നങ്ങളും അതേ തുടർന്നുണ്ടായ വ്യക്തിവൈരാഗ്യം അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള രീതിയിൽ തന്നെയാണോ ഇപ്പോൾ പോലീസിന്റെ വിവരങ്ങൾ വരുന്നത്? അനുജ, തീർച്ചയായിട്ടും ഇന്നലെ ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെയാണ് ടി ആസിഫ് അലി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതായത് ഈ CBI അന്വേഷണം ഈ കേസിൽ കഴിഞ്ഞ 2 മാസം മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. CBI അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ഈ ദമ്പതികളുടെ മരണം എന്നുള്ളത് ഏവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈ 2017 മകനായിട്ടുള്ള ഗൗതം ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നത്. റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടിയ നിലയിലായിരുന്നു മരണം എന്നാണ് പോലീസ് കണ്ടെത്തിയത്. അത് ആത്മഹത്യയാണെന്ന് കൂടി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യക്തമായി. അതിനുള്ള കാരണം ശരീരത്തിലുണ്ടായിരുന്ന ചില മുറിവുകളാണ് ഈ സംശയങ്ങളിലേക്ക് വഴിവെച്ചത്. പക്ഷേ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെ വിശദമായിട്ടുള്ള അന്വേഷണം, ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. ഈ 2 അന്വേഷണങ്ങളിലും ഇതൊരു സൂയിസൈഡ് തന്നെയാണെന്നുള്ള രീതിയിലാണ്. പക്ഷേ കുടുംബം അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പോകുകയും ഇതുമായി ബന്ധപ്പെട്ട ഒരു CBIയുടെ ഒരു അന്വേഷണം നേടിയെടുക്കാൻ സാധിച്ചത്. അത് അതീവ രഹസ്യമായിട്ടായിരുന്നു ആ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഈ ദമ്പതികൾ, മാതാപിതാക്കൾ മരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു സംശയമുണ്ടായിരുന്നത്. പക്ഷേ അതല്ല കാരണം. അങ്ങനെ ഈ കേസിൽ, അതായത് ഗൗതം മരിച്ചതിലും ഈ മകൻ മരിച്ചതിലും ദുരൂഹതകളൊന്നുമില്ല, ആത്മഹത്യ തന്നെയാണെന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിച്ചിട്ടുള്ളതാണെന്നാണ് പോലീസ് പറയുന്നത്. അത് ഒപ്പം തന്നെ ഈ കേസുമായി, ഇപ്പോഴത്തെ ഈ 2 കൊലപാതകങ്ങളുമായി അതിന് ബന്ധമില്ലെന്ന് ഇന്നലത്തെ അന്വേഷണത്തിൽ തന്നെ, പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ വ്യക്തമായെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് ഈ കോടാലി, ഈ കൊലപാതകം നടത്താൻ ഇന്നലെ ഉപയോഗിച്ച ആ കോടാലിയിൽ നിന്നും ലഭിച്ച ഫിംഗർ പ്രിന്റ് ഈ പറയുന്ന ഇതര സംസ്ഥാനക്കാരനായിട്ടുള്ള അമിത്തിന്റേതാണെന്ന് പോലീസിന് ഏകദേശം വ്യക്തത വന്നിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇയാളാണ് പ്രതിയെന്ന് പോലീസ് നിശ്ചയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അങ്ങനെയാണെങ്കിൽ കൊലപാതകം നടത്തിയത് ഈ വ്യക്തി തന്നെയാണെന്ന് പറയാം. പക്ഷേ അപ്പോഴും സംശയം, ഇയാൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സംശയം ഈ മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഉണ്ട്. അതിലും കൂടി ഒരു വ്യക്തത വരുത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. പോലീസ് അക്കാര്യത്തിൽ മറുപടി പറയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രതിയെ പിടികൂടാനായത്, മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ പിടികൂടാനായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിട്ടുള്ള കാര്യമാണ്. ഇനി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ വേണം. ചോദ്യം ചെയ്യലിനൊടുവിൽ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, അതിന്റെ മോട്ടീവ് എന്താണെന്ന് വ്യക്തമാക്കാൻ സാധിക്കും. എടുത്തു പറയേണ്ടത്, നമുക്ക് രാവിലെ പോലീസുമായിട്ട് സംസാരിച്ചപ്പോൾ ലഭിച്ച വിവരം, ഈ പ്രതിക്ക് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു. അത് ഈ 5 മാസക്കാലം ഈ പ്രതിക്ക് ഈ ജയിലിൽ റിമാൻഡിൽ കഴിയേണ്ടി, ഏകദേശം 3 മാസക്കാലം റിമാൻഡിൽ കഴിയേണ്ടി വന്നു. ഈ മോഷണവുമായി ബന്ധപ്പെട്ടാണ്. മൊബൈൽ ഫോൺ മോഷ്ടിച്ച് അതിൽ നിന്നും പണം തട്ടിയെടുത്തു. അതേ തുടർന്ന് റിമാൻഡിൽ പോകേണ്ടി വന്നു. ആരും ജാമ്യത്തിൽ ഇറക്കാനില്ലാത്തൊരവസ്ഥ വന്നു. കുടുംബം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. അതായത് ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ അമിത്തിനൊപ്പം ഉണ്ടായിരുന്നു. അവർ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ കുടുംബം ഉപേക്ഷിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ, ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഉണ്ടായ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുമാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. അല്ലെങ്കിൽ ആ ഒരു വിലയിരുത്തൽ തന്നെ അതാണ്. അതിൽ നിന്നും ഉണ്ടായ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ യഥാർത്ഥ കാരണം എന്താണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പ്രതിയെ ഉടൻ തന്നെ കോട്ടയത്തേക്ക് എത്തിച്ച് ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്മിത, ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് കോട്ടയത്തെ നാടിനെ തന്നെ നടുക്കിയ ഇരട്ട കൊലപാതകം ഉണ്ടായത്. വിജയകുമാറിനെയും ഭാര്യ മീരയെയും വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതിക്രൂരമായ നിലയിൽ കൊല്ലപ്പെട്ടു. അതിനുശേഷം ആരാണ് ഈ കൃത്യത്തിന് പിന്നിലെന്ന ചോദ്യം ഉയരുന്നു. പിന്നീട് അവരുടെ മുൻ ജീവനക്കാരനായ അസം സ്വദേശി അമിത്തിലേക്ക് സംശയമുനകളെല്ലാം നീണ്ടു. ഇന്നിപ്പോൾ അയാൾ പിടിയിലായിരിക്കുന്നു. അതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. തൃശൂർ ജില്ലയിലെ മാള മേൽഡൂരിൽ നിന്നാണ് പ്രതി അമിത് പിടിയിലായിട്ടുള്ളത്. ഇനിയിപ്പോൾ കോട്ടയത്തേക്ക്
പ്രതിയെ കൊണ്ടുപോകേണ്ടതുണ്ട്. അയാൾക്ക് പുറകിൽ മറ്റ് ആരെങ്കിലും സഹായിക്കാനുണ്ടായിട്ടുണ്ടോ? ഇയാൾ തന്നെയാണോ ഈ കൊലപാതകം നടത്തിയത്? അങ്ങനെയെങ്കിൽ ഈ ചെറിയ കാര്യങ്ങൾക്ക് പിന്നിൽ ഉണ്ടായ വ്യക്തിവൈരാഗ്യം, ആ വ്യക്തിവൈരാഗ്യമാണോ അതിക്രൂരമായ ഈ കൊലയിലേക്ക് നയിച്ചത്? ഈ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനം മേൽഡൂരിൽ നിന്ന്, തൃശ്ശൂർ മേൽഡൂരിൽ അയാൾ എങ്ങനെ എത്തി, എന്തിനെത്തി? കാരണം മാള മേൽഡൂർ എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ്. അതുവഴിയല്ല പാലക്കാട്ടെ വഴി സംസ്ഥാനം കടക്കുന്നതിനുള്ള യാത്ര. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അയാൾ എന്തിനു ഉൾഗ്രാമത്തിൽ പോയി? പോലീസിനെ ഭയന്ന് ആ രീതിയിൽ ഒരു രക്ഷപ്പെടൽ നടത്തിയതാണോ? ഇതെല്ലാം അറിയേണ്ടിയിരിക്കുന്നു. ഈ യാത്ര ചെയ്യാനായി അവിടെ നിന്ന്, പ്രദേശത്ത് നിന്ന്, സ്ഥലത്ത് നിന്ന് കടന്നു കളയാൻ അയാളെ ആരെങ്കിലും സഹായിച്ചിരുന്നോ? ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനം പ്രതിയെ കോട്ടയത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. താങ്ക് യു സ്മിത ഹരിദാസ്.